ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളുടെയും ആസ്തി മൂല്യങ്ങൾ തിട്ടപ്പെടുത്തുമെന്നാണ് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഞങ്ങളുടെ മാഫിയ വാഴും ദേവസ്വം എന്ന ക്യാമ്പയിനോട് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നേരത്തെ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതിലേക്ക് പോകും. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള സംവിധാനങ്ങൾക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡുകൾക്ക് ഒരു തുണ്ട് ഭൂമി പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് കർശനമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനി ആക്ഷൻ ഫലപ്രദമല്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെടും. ഇപ്പം ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, അതുപോലെ കൂടൽമാണിക്യം, ഗുരുവായൂർ ദേവസ്വം, ഇതൊക്കെയാണ് ഡയറക്റ്റായിട്ട് ദേവസ്വത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളത്. അവർക്കെല്ലാം ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അരുൺ കൊടുങ്ങൂർ വിശദാംശങ്ങളുമായി തുടരുകയാണ്. അരുൺ, നേരത്തെ ദേവസ്വം മന്ത്രി നമ്മളോട് നടത്തിയൊരു പ്രതികരണമാണല്ലോ ഈ കേട്ടത്. ഗൗതം, അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായ രേഖകൾ അത് ദേവസ്വം ബോർഡുകളുടെ പക്കലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇടപെടൽ ദേവസ്വം മന്ത്രിക്ക് തന്നെ നേരിട്ട് നടത്തേണ്ടി വന്നത്. കാരണം ഒരു തരത്തിലുള്ള ഒഴിവുകഴിവുകളും അതിനകത്ത് പറയാൻ സാധിക്കില്ല. കാരണം അത്ര കൃത്യമായ രേഖകളാണ്. അത് നേരത്തെ പഴമയുള്ള ആ രേഖകളൊക്കെ തന്നെ കൃത്യമായി സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു, കൃത്യമായി ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ നിരത്തിക്കൊണ്ടായിരുന്നു ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ മാഫിയ വാഴും ദേവസ്വം എന്നുള്ള നമ്മുടെ ആ വലിയ പരമ്പരയോട് ദേവസ്വം മന്ത്രി നേരിട്ട് പ്രതികരിക്കേണ്ടി വന്നത്. എന്തായാലും അത് വരും ദിവസങ്ങളിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ദേവസ്വം ബോർഡുകൾക്ക് ആദ്യം ഇതിൻ്റെ പടിയായുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ കൃത്യമായ ഒരു ഇടപെടലൊന്നും തന്നെ ദേവസ്വം ബോർഡുകളുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. അതിന് സാങ്കേതിക തടസ്സങ്ങളൊക്കെ തന്നെ ഒരുപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഭൂമി തിരിച്ചു പിടിക്കുവാൻ ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പങ്ങൾ നേരത്തെയും ദേവസ്വം ബോർഡുകളുടെ പക്കലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സമ്മർദ്ദ ശക്തികളുടെ ഒരു വലിയ തന്ത്രം ഇതിന് പിന്നിലുണ്ടാകും. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോക്ക് അസാധ്യമാകുന്ന തരത്തിലേക്കായിരുന്നു പഴയ പല പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്ന. ആരംഭത്തിൽ വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകും, വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും. പക്ഷേ അത് പിന്നീട് മന്ദഗതിയിലേക്കാകും, പിന്നീട് നിശ്ചലമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അങ്ങനെയാണ് പല പദ്ധതികളും അല്ലെങ്കിൽ പല പരിഷ്കാരങ്ങളും ഇവിടെ അവസാനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പുതിയ ഒരു നിർണായകമായ ഒരു നീക്കമാണ്. അത് ദേവസ്വം തന്നെ നേരിട്ട് അതിനപ്പുറത്തേക്ക് സർക്കാർ തന്നെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് ദേവസ്വം സെക്രട്ടറിയെ തന്നെ അതിന് ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ അവരുടെ അതിഥികൾ സൂചിപ്പിച്ച പോലെ വലിയ ആശങ്കകൾ, വലിയ ഉത്കണ്ഠകൾ, അതോടൊപ്പം തന്നെ വലിയ സംശയങ്ങൾ ഇതിനൊക്കെ തന്നെ പിന്നിലുണ്ട്. എത്രത്തോളം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു കർമ്മ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ വലിയ സമ്മർദ്ദ ശക്തികൾ ഇതിന് പിന്നിലുണ്ടാകുമെന്നുള്ള ഒരു വലിയ സംശയം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇനി എങ്ങനെയാകും ഈ ഡിജിറ്റലൈസ് ചെയ്യുക, അതോടൊപ്പം തന്നെ എത്ര ഭൂമികൾ പോയിട്ടുണ്ടോ എന്നുള്ള ഒരു വലിയ കണ്ടെത്തൽ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ദീർഘനാൾ നീണ്ടുന്ന ഒരു പ്രവർത്തനത്തിനാണ് ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രി തന്നെ നേരിട്ട് ഉത്തരവ് ഇറക്കിക്കൊണ്ട് നടപടി പോകുന്നത്. ഇതിന് സമഗ്രമായ ഒരു രേഖ, ഒരു റിപ്പോർട്ട് രാജമാണിക്യം തന്നെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിലേക്ക്. അരുൺ, എന്തായാലും വ്യക്തമാണ്. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അന്യാധീനപ്പെട്ട ദേവസ്വം ഭൂമികൾ സംബന്ധിച്ച കണക്കെടുപ്പ് നടത്തും എന്ന് പറയുന്നത്. അത് ഭൂമിയുടെ കാര്യത്തിൽ മാത്രമല്ല, ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ആടയാഭരണങ്ങൾ ഉൾപ്പെടെ വ്യാപകമായി ദേവസ്വം ഉദ്യോഗസ്ഥർ തന്നെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. അപ്പോൾ ആ വിഷയങ്ങളിലെല്ലാം ഒരു അന്വേഷണവും അതോടൊപ്പം തന്നെ കണക്കുകൾ തിട്ടപ്പെടുത്തുന്നതുമായ നടപടി ഉണ്ടാകുമെന്നാണ് ജനം TV വാർത്തയോട് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിയത്.